കരുണാനിർഭരമായ കടാക്ഷത്താൽ അടിയനെ സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിച്ച കൃഷ്ണ, അങ്ങയുടെ സത്വാത്മക വപസ്സിനെ അടിയൻ ധ്യാനിക്കുന്നു. അനാഥനായ എന്നെ എന്നുമെന്നും കടാക്ഷം അർപ്പിക്കണേ ഭഗവാനെ. കൃഷ്ണ നാരായണ. എന്തൊരു കവിത! അപാരമായ പാണ്ഡിത്യം! ഭക്തി അങ്ങനെ വഴിഞ്ഞൊഴുകുകയല്ലേ. ഗുരുവായൂരപ്പന് വളരെ ഇഷ്ടമായി കാണും. അതുകൊണ്ടല്ലേ വാതരോഗം വന്ന് നടക്കാൻ കഴിയാതിരുന്ന ഭട്ടതിരിക്ക് അസുഖം മാറിയത്. ഭഗവാന്റെ ഓരോ മായാവിലാസം അദ്ദേഹത്തിന് സുഖമായി. ഓ, തിരുമേനി കണ്ടില്ലേ അദ്ദേഹം പോയത്? മുമ്പൊക്കെ ഞൊണ്ടിയും നിറച്ചു നടന്ന ആളല്ലേ. പൂജിക്കുകയും യാചിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്തും നൽകും. ഭഗവാനെ കൃഷ്ണ ഭക്തവത്സല, കൃഷ്ണ കൃഷ്ണ. അങ്ങയെപ്പറ്റി ധാരാളം കേട്ടിരിക്കണു. നമ്മുടെ പേര് പൂന്താനം എന്നാണ്. നമുക്ക് അവിടുന്ന് ഒരു ഉപകാരം ചെയ്തു തരണം. എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ. അങ്ങയെപ്പോഴൊരു മഹാപണ്ഡിതനോട് പറയാൻ ഒരു ശങ്ക. എന്നാലും വലിയൊരാശയാണേ. നാം ഏതാണ്ട് ചിലതൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കണു. ഒന്ന് നോക്കി പിഴ തീർത്ത് തന്നാൽ വലിയൊരു അനുഗ്രഹമായി. ഭാഷാകൃതിയല്ലേ? വയ്യ വയ്യ, ഒക്കെ അബദ്ധജടിലങ്ങളാവും. നമുക്ക് ഭാഷാകൃതിയെ കുറിച്ച് നല്ല മനസ്സില്ല. മറ്റാരെങ്കിലും കൊണ്ട് കാണിക്കുക. നമ്മുടെ ഒരാഗ്രഹമാണ്. പറഞ്ഞില്ലേ, നമ്മെ കൊണ്ടാവില്ല. ആ സമയം കൊണ്ട് ഭഗവാനെ കുറിച്ച് കൃഷ്ണ 4 ശ്ലോകം എഴുതാം. കൃഷ്ണ ഭഗവാനെ, അടിയന്റെ കൃതി ഒന്ന് തിരുത്തിത്തരാൻ പോലും ആരുമില്ലല്ലോ. അറിവുള്ളവർ അടിയനെ ആട്ടി ഓടിക്കുകയല്ലേ. തിരുവേനി, എന്താ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? അറിഞ്ഞിട്ട് എന്ത് വേണം? ഇതൊക്കെ അറിയാൻ കുട്ടി ആരാ? ഈശ്വരനോ? അല്ല, ഞാനിവിടെ ഭാര്യയെത്തിയാ. പറയൂ, എന്തിനാ കരയുന്നത്? വെറുതെ. വെറുതെ ആരെങ്കിലും കരയോ? ഞാൻ പറഞ്ഞ ഉണ്ണിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നോ? മനസ്സിലാവൂല്ലോ. എന്നാൽ ഇതാ, ഇത് കണ്ടോ? എന്താ അത്? അറിയാവുന്ന പോലെ നാം എഴുതിയതാ. ഭഗവാനെ പറ്റിയാ. ഇതൊന്ന് നോക്കാൻ പോലും ആരും തയ്യാറല്ല. നോക്കിയില്ല, വേണ്ട. നമ്മളെ അപമാനിക്കണോ? അതിനെത്ര സങ്കടപ്പെടണോ? എല്ലാത്തെയും ഇവിടുന്ന് വഴിയുണ്ടാക്കും. തിരുമേനി പോയിക്കോളൂ.
പോകും. വീണ്ടും അടികൾ കത്തുമോ? കൃഷ്ണ, കൃഷ്ണ, കാരുണ്യമോർത്ത് അങ്ങയുടെ പുണ്യചരിതം പാടി പാടിയാണ് അടിയന്റെ രോഗം മാറിയത്. വീണ്ടും വേദനിപ്പിക്കാൻ മനസാ വാചാ കർമ്മണ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈയുള്ളത്. എന്റെ ഭക്തനും പരമശുദ്ധനുമായ പൂന്താനത്തിന് വേദനിപ്പിച്ചില്ലേ? എനിക്ക് സഹിച്ചില്ല. ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, സമസ്താപരാധങ്ങളും പൊറുക്കണേ. ഭഗവാനെ, അല്ല, ഇതാരായത്? നമ്മോട് ക്ഷമിക്കുക പൂന്താനം, ക്ഷമിക്കുക. നോം ക്ഷമിക്കാനോ? അങ്ങ് മഹാപണ്ഡിതനായ അങ്ങ് എന്താണ് ഈ പറയുന്നത്? നമുക്ക് ആ കൃതികളൊന്ന് വായിക്കണം. പിഴ തീർക്കാൻ വേണ്ടിയല്ല, ഭക്തിഗീതങ്ങളെന്ന് ഭഗവാൻ പോലും സമ്മതിച്ച ആ ഭാഷാഭിയൂഷം ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ നമ്മെ ഒന്ന് അനുവദിക്കാൻ പോകാൻ. അയ്യോ, അത്രയൊന്നുമില്ല. വെറും പച്ചയാണ്. ദേവഭാഷാജ്ഞാനമോ വിൽപ്പത്തിയോ ഇല്ലാത്ത നമുക്ക് ഭാഷാകൃതി എഴുതാനല്ലേ അറിയൂ. നോം ഭഗവാന്റെ അവദാനങ്ങളെ പ്രകീർത്തിച്ച് രചിച്ച 1036 ശ്ലോകങ്ങളെക്കാൾ മികച്ചതാണ് അങ്ങയുടെ കൃതി. ഭഗവാനെ, അങ്ങയെപ്പോലൊരു മഹാപണ്ഡിതൻ വായിക്കാതെ തന്നെ അഭിപ്രായം പറയുകയോ? നമുക്ക് സന്തോഷമായി, തൃപ്തിയായി. ഭഗവാനെ, ഭഗവാന് അങ്ങ് ഇത്രമാത്രം ഇഷ്ടമാണെന്ന് നോം അറിഞ്ഞിരുന്നില്ല. ആ ഓങ്കാരപ്പെരുളിന് ഇഷ്ടപ്പെട്ട ഈ ഗ്രന്ഥം നമ്മയും ഒരു ഭക്തകവിയാക്കാൻ അങ്ങയെ വ്യസനിപ്പിച്ചതിന് നോം വീണ്ടും വീണ്ടും ക്ഷമയാചിക്കുന്നു. സ്വീകരിച്ച്. വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത് ദയവായി സ്വീകരിച്ചാൽ. കൃഷ്ണ, ഗുരുവായൂരപ്പ.